ന്യൂയോർക്കിൽ ഇന്നലെ ഉണ്ടായ വെടിവെപ്പിൽ 4 പേർ മരിച്ച സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇയാൾ നടത്തിയ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. ലാസ് വെഗാസിൽ നിന്നുള്ള 77-കാരനായ ഷെയ്ൻ തമുറെ ആണ് ഈ ഘാതകൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ നേരത്തെ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഇന്നലെ വൈകുന്നേരം അമേരിക്കൻ സമയം 6:30 മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത്. ഇയാൾ ഒരു M4 തോക്കുമായി എത്തുകയായിരുന്നു. തുടർന്ന് ആദ്യം ഒരു പോലീസുകാരനെ നേർക്ക് ഇയാൾ വെടിവെച്ചു. തുടർന്ന് ഇയാൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറി തുരുതുരെ വെടിവെക്കുകയായിരുന്നു. ഇയാൾ നടത്തിയ ആക്രമണത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ആദ്യം പോലീസ് വളരെ വ്യാപകമായ തോതിൽ തന്നെ അന്വേഷിച്ചിരുന്നു. അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ഇയാൾ ഹവായിലാണ് ജനിച്ചു വളർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ കുട്ടിക്കാലത്ത് വലിയൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ കുറച്ച് നാളായി ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഇയാൾ സന്ദർശിച്ച സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ഇയാൾക്ക് അവിടെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഇയാളുടെ സന്ദർശന ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. ഇയാൾ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 6ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം മറ്റൊരു വാർത്ത കൂടി അപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയും പുരുഷനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പുരുഷൻ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ താൻ വെടിവെച്ച ആളല്ല എന്ന് ഇയാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. തമുറയ്ക്ക് ഇയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ തമുറയ്ക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള തെരുവിൽ ഇറങ്ങി ഓരോരുത്തർ വെടിവെപ്പ് നടത്തുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ